ട്രൈബൽ മിഷനിലേക്ക് സ്വാഗതം. ഇന്ന് ശബരിമല വനത്തിനുള്ളിൽ താമസിക്കുന്ന ചില സുഹൃത്തുക്കൾക്കൊപ്പം വനത്തിനുള്ളിലൂടെ ഒരു യാത്ര നടത്തുകയാണ്. വനം എപ്പോഴും സൂക്ഷിക്കേണ്ട ഒരു സംഗതി തന്നെയാണ്. പല അപകടങ്ങളും ഒളിഞ്ഞിരിക്കുന്ന മേഖലയാണ് വനം. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യുവാൻ. ഏത് സമയത്തും ഒരു അപകടം നമ്മുടെ മുമ്പിൽ പതിയിരിക്കുന്നുണ്ടാകും. വളരെ ശ്രദ്ധയോടുകൂടി വളരെ കണ്ണിങ്ങായിട്ട് വേണം നമ്മൾ ഈ വനത്തിനുള്ളിലൂടെ യാത്ര ചെയ്യുവാൻ. വനത്തിൻ്റെ വിവിധ മേഖലകളിൽ താമസിച്ചിരുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കുടിൽ വെച്ച് താമസിക്കുന്ന സ്ഥലമാണിത്. അങ്ങ് ദൂരെ ചില വീടുകൾ നമുക്ക് കാണാവുന്നതാണ്. സർക്കാർ വെച്ചു കൊടുത്തതിനേക്കാൾ ഉപരി ചില സന്നദ്ധ സംഘടനകൾ ഇവർക്ക് ഈ മേഖലയിൽ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് വളരെ ആശാവഹമാണ് അവരുടെ ജീവിതത്തിൽ. നമ്മുടെ സുഹൃത്തുക്കൾ അങ്ങ് ദൂരെ കൂടെ നടന്നു പോകുന്നുണ്ട്. ഞാനതിൻ്റെ അവർക്ക് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വനത്തിൻ്റെ ആ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് മരങ്ങളൊക്കെ കണ്ട് പക്ഷികളുടെ ആ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ നടന്നു പോകണം. സുഹൃത്തുക്കളുടെ ലക്ഷ്യം അവിടെ ചില മരങ്ങളിൽ തേനുണ്ട്. ആ തേൻ ശേഖരിക്കുന്നത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് സുഹൃത്തുക്കൾ നടന്നു പോകുന്നത്. ഈ വീടുകൾക്ക് ചില സന്നദ്ധ സംഘടനകൾ വെച്ചു കൊടുത്തതാണ്. വളരെ ഭംഗിയോടുകൂടി, ചെറുതാണെങ്കിൽ വളരെ ഭംഗിയോടുകൂടിയുള്ള വീടുകളാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് വനത്തിനുള്ളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അവർ താമസിക്കുന്നത് കൊണ്ട് അത്തരം മേഖലകളിൽ കാട് വെട്ടി തെളിച്ച് അതുകൊണ്ടാണ് വളരെ ഭംഗിയോടുകൂടി വളരെ ഇതായിട്ടിങ്ങനെ കിടക്കുന്നത്. താഴെ നമുക്ക് കാണാൻ സാധിക്കും ഒരു വീട്, താഴെ ഒരു വീട് കാണാൻ സാധിക്കും. ഞങ്ങൾ ആ വീടിൻ്റെ ആ ഭാഗത്തോട്ട് നടന്നു പോവുകയാണ്. ആ വീടിൻ്റെ ഒരു കുടിലാണ്. അതിൻ്റെ ഇതൊക്കെ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ വീടുകളാണ്. ആ ചുറ്റുപാടുള്ള ആ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് അങ്ങനെ ഒരു മരം സുഹൃത്തുക്കൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അവരൊരു മരത്തിൻ്റെ മുകളിൽ തേനുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. തേനെടുക്കാനുള്ള ശ്രമത്തിലാണ്. അങ്ങനെ തേനെടുക്കുന്ന ശ്രമത്തിലാണ്. മരത്തിൽ കയറിയിട്ട് ആ മരത്തിൻ്റെ മുകളിൽ കയറി തേനെടുക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. അങ്ങനെ ഒരാൾ മുകളിൽ കയറിയിട്ടുണ്ട്. അതായത് തേനെടുക്കുന്ന ഭാഗം കാണിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് അവരനുവദിക്കുന്നതല്ല. അത് അവരുടേതായിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അത് നമ്മളെ കാണിക്കില്ല. അതെടുക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതെടുക്കുന്നില്ല. എന്തായാലും കുറച്ചും സമയം ആ ഒരു വനം നമുക്കൊന്ന് കാണുവാൻ, വനത്തിൻ്റെ ആ സാഹചര്യങ്ങളൊന്ന് കാണുവാൻ സാധിച്ചല്ലോ. വീണ്ടും ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.